സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുകയാണ്. കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണ്ണമായപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ പ്രതിഷേധമടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ 650 കേന്ദ്രങ്ങളിലാണ് തൊഴിലാളികളും അനുബന്ധ ജനവിഭാഗങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. കേരളത്തിൽ സ്കൂളുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണെങ്കിലും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകയിലും സ്ഥിതി വ്യത്യസ്തമാണ്. തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ DMK പണിമുടക്കിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് സ്കൂളുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നുമുണ്ട്. ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. അതേസമയം കേരളത്തിലേക്കുള്ള ബസ് സർവീസുകൾ തമിഴ്നാട് നിർത്തിവെച്ചത് കന്യാകുമാരിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന യാത്രക്കാരെ ബാധിച്ചു. തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകൾ കളിയാക്കവലയിൽ സർവീസ് അവസാനിപ്പിച്ചു. ഈറോഡ്, കോയമ്പത്തൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ബാങ്കുകളുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടിട്ടുണ്ട്. കർണാടകത്തിൽ സ്കൂളുകൾ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്നും ദേശീയ പണിമുടക്ക് ബാധിക്കില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നു. അതേസമയം സ്കൂളുകളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തൊഴിലാളികൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അനേക്കലിൽ ട്രേഡ് യൂണിയൻ അംഗങ്ങൾ മാർച്ച് സംഘടിപ്പിച്ച് കടകൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ബാംഗ്ലൂരിൽ ടൗൺ ഹാളിന് മുന്നിൽ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് CPI AITUC അംഗങ്ങൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തെലങ്കാനയിൽ തെലങ്കാന ഓട്ടോ യൂണിയൻ സംസ്ഥാന വ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദിൽ ഉൾപ്പെടെ ഓട്ടോ യൂണിയൻ അംഗങ്ങൾ പണിമുടക്കിയിട്ടുണ്ട്. മീറ്റർ ചാർജ് വർദ്ധിപ്പിക്കണം, ഓൺലൈൻ ടാക്സികൾ അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ തെലങ്കാന ഓട്ടോ യൂണിയൻ അംഗങ്ങൾ ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്. ഒഡീഷയിലും പണിമുടക്ക് ശക്തമാണ്. കട്ടക്കിൽ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ബാലാസോർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധക്കാർ ട്രെയിൻ തടയാൻ ശ്രമിച്ചു. ഗോവയിൽ ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടുണ്ട്. പഞ്ചാബിൽ ബസ് ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗമായതോടെ സർവീസുകളെ ബാധിച്ചു. ജാർഖണ്ഡിൽ തൊഴിലാളികൾ കമ്പനികൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മധ്യപ്രദേശിൽ പ്രതിരോധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 25,000-ലധികം ജീവനക്കാർ പണിമുടക്കിന് പിന്തുണ അറിയിച്ച് 1 മണിക്കൂർ വൈകിയാണ് ജോലിയിൽ പ്രവേശിച്ചതെന്ന് ഓൾ ഇന്ത്യ ഡിഫൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ അറിയിച്ചു. പശ്ചിമ ബംഗാളിൽ പണിമുടക്ക് പൂർണ്ണമല്ല. രാവിലെ പ്രവർത്തനം തുടങ്ങിയ സർക്കാർ ഓഫീസുകളും സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിലും പതിവ് പോലെ ജീവനക്കാർ എത്തിയിരുന്നു. സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൊൽക്കത്തയിൽ വിവിധ ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിന്റെ ഭാഗമായതോടെ ചിലയിടങ്ങളിൽ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ചില ബസ് സർവീസുകളും നിർത്തിവെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.